നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ നാമാക്കി മാറ്റാൻ പരിശ്രമിച്ച നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ ഇന്ന് ഏതെല്ലാമോ ഒക്കെ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. ആ ഖബർസ്ഥാനിന്റെ ഉള്ളിൽ അവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു പോകാറുണ്ട്. മൽ മയ്യിതു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഒരാഴമുള്ള ജനാശയത്തിലേക്ക് ആഴ്ന്നു പോകുന്നത് പോലെ ആ അവസ്ഥയിലാണ് ഖബറിന്റെ ഉള്ളിലെ ഒരു ജനാസ, ഒരു മനുഷ്യൻ കഴിയുന്നതെങ്കിൽ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ മകളുടെ പ്രാർത്ഥന, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഹദിയ, അവരുടെ വേണ്ടി ചെയ്യുന്ന ദുആകൾ, ആ ദുആ ഇന്ന് വലിയ അസറുണ്ടാകും, പ്രതിഫലമുണ്ടാകും. ആ ഖബറിന്റെ ഉള്ളിൽ ശാന്തത ലഭിക്കുമെങ്കിൽ ഇങ്ങനെയുള്ള ശാന്തത ലഭിക്കുവാനും മാത്രം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മുമ്പിലുള്ള മക്കൾക്ക് വേണ്ടി ഉപദേശം നൽകപ്പെടുമ്പോ അതിനു മുമ്പ് നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എത്രത്തോളം ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട്, അവർക്ക് ഹദിയ ചെയ്തുകൊണ്ട്, അവർക്ക് അവരുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എത്രത്തോളം ഹദിയകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര പേരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 100 ആവശ്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യുമ്പോൾ 80% പേര് പ്രകാരമുണ്ടാകാം. എന്നാൽ പകുതിയോളം സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന സന്താന പരമ്പര, ഞാനും നിങ്ങളും ഉൾപ്പെടെ, നമ്മുടെ മക്കൾ ഉൾപ്പെടെ, മാതാപിതാക്കൾ ഉൾപ്പെടെ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും ശരി, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറ എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും ശരി, ആ നേടിയവർക്ക് ഈ ദുനിയാവിൽ നേടിയതിൽ നിന്നും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമാ. ദുനിയാവിൽ അവന്റെ ഭൗതിക ജീവിതത്തിൽ അവൻ നേടിയെടുത്ത ആത്മീയമായ ലോകത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായകമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതുമാത്രമാണ് അവനോടൊപ്പം കൂടെ യാത്രയ്ക്കുണ്ടാവുക.